ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സാം ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഒരു വീക്ക് ഇൻ മൈ ലൈഫ് അങ്ങനെ നമുക്ക് പേര് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാം എനിക്ക് ഹിന്ദി ആയിരുന്നു. ഹിന്ദീൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. പിറ്റേ ദിവസം ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനൊരു കണ്ടൻറ് എടുത്തുകൂടാ എന്നുള്ളൊരു തോട്ട് വന്നത്. അതിനുശേഷം ഞാൻ മലയാളമായിരുന്നു എക്സാം. അപ്പം മലയാളത്തിൻ്റെ അന്ന് 2 പരീക്ഷ ഉണ്ടായിരുന്നു. മലയാളം ഫസ്റ്റും ഉണ്ടായിരുന്നു, സെക്കൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സൈലത്തിൻ്റെ ക്ലാസ് തന്നെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ് എല്ലാം പഠിച്ച് ഞാൻ പരീക്ഷയെല്ലാം നല്ല വൃത്തിയിൽ പോയി എഴുതി. അതിനുശേഷം പിന്നെ ഇത് ഞായറാഴ്ച ആണ് കേട്ടോ. ഞാൻ ശനിയാഴ്ചത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം അന്ന് ഞാൻ കുറേ പഠിച്ചിരുന്നുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അന്ന് അത്രമായതുകൊണ്ട് തന്നെ പൂവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എന്തായാലും ഓണമെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഓണം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഓണത്തിൻ്റെയും കൂടി ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഓണത്തിൻ്റെ ക്ലിപ്പും കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒന്നാം ഓണത്തിൻ്റെ ക്ലിപ്പാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത്. രണ്ടാം ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ പഠിക്കുന്ന അധികം എടുത്തിട്ടില്ല. ഞാൻ ഈ പൂ പറിക്കാൻ പോകുന്ന വീഡിയോസ് എല്ലാമാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പഠിക്കുന്നത് ഈ ഫോണിൽ തന്നെയാണ്, ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്തായാലും എനിക്ക് ക്ലാസ് കാണാൻ പറ്റില്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തായാലും ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ചെറിയ ക്ലിപ്സ് എല്ലാം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനിങ്ങനെ പൂ പറിക്കാൻ പോയി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. കുറച്ച് പൂവല്ലേ കിട്ടിയിട്ടും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വ്ളോഗ്സ് ഒന്നും ഞാൻ ഇടുന്നില്ല. ഇനി കുറച്ച് നാളത്തേക്ക് വ്ളോഗ്സൊക്കെ നിർത്തിയിട്ടാണുള്ളത്. കുറച്ച് ഡാൻസും കാര്യങ്ങളെല്ലാം ഞാൻ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം പറയണം, ഞാൻ ഇനി വേറെ ചാനൽ തുടങ്ങുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഷോർട്സിൻ്റെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്കൊരു വേറെ ചാനൽ തുടങ്ങണം എന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലെ ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ആരും ശ്രദ്ധിക്കേണ്ട, കാരണം ഇവിടെ നല്ല പോലെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ഒച്ച വരുന്നത് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴയാണ്, അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഏത് ദിവസമാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്ന് എനിക്ക് ഉച്ചക്കായിരുന്നു പരീക്ഷ. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ നല്ല സുഖസുന്ദരമായിട്ട് മെല്ലെ അധികം തിരക്കൊന്നും ഇടാണ്ട് മെല്ലനാണ് പൂട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിൻ്റെ റിസൾട്ട് ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് കുറേ പൂ ബാക്കി ഉണ്ടായിരുന്നു. ഏകദേശം ഇത്രത്തോളം പൂ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് വൈകുന്നേരം പൂവൊന്നും പറിക്കാൻ പോകണ്ട, നമുക്ക് നാളെയും ഈ ഒരു പൂ വെച്ച് തന്നെ ഒപ്പിക്കാം. എനിക്കാണെങ്കിൽ പൂ പറിക്കാൻ പോകുന്ന പറഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ഉത്സാഹമായിരുന്നു. പിന്നെ മടുത്തു. എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കിന് ഞാൻ റെഡി ആയിട്ടു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എനിക്കെന്തോ ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇംഗ്ലീഷാണ് പരീക്ഷ, പക്ഷെ എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം പോയി വന്നു. എന്നിട്ട് പിറ്റേ ദിവസത്തെ പൂവിടലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വന്ന പൂവിനെ കൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഇട്ടത്. അന്ന് എനിക്ക് 2 പരീക്ഷ ഉണ്ടായതുകൊണ്ട് തന്നെ നേരത്തെ പൂണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അന്ന് വൈകുന്നേരം വന്ന് കുറച്ച് പൂവെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി പൂവൊക്കെ പറിച്ചു. പിന്നെ ഞാനാകെ 2-3 ദിവസം മാത്രമേ പൂ പറിക്കാൻ വേണ്ടി പോയിട്ടുള്ളൂ. ആ പോകുന്ന അന്ന് തന്നെ കുറേ പൂവും പറിച്ചുകൊണ്ടാണ് വരിക. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടൊരു 2-3 ദിവസമെല്ലാം ഞാൻ ഒപ്പിക്കും. 3 ദിവസം ഒപ്പിക്കില്ല, 2 ദിവസം ഒപ്പിക്കും. പിന്നെ സ്കൂൾ കൂട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പുറത്തൊന്നും പോകാൻ നിന്നിട്ടില്ല, പൂ വാങ്ങുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വീഡിയോ എടുത്തിടുന്ന കണ്ടിട്ട് നിങ്ങളാരും വിചാരിക്കുന്നത് കാട്ടിലൊന്നും പോയിട്ടാണ് പറിക്കുന്നതെന്ന്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ കാട് പോലെയുണ്ട്, ബട്ട് നേരിട്ട് കാണുമ്പോൾ കാടൊന്നുമല്ല കേട്ടോ. എന്താ അറിയില്ല. പിന്നെ ഞാൻ ഇവിടെ ഒരു കുരങ്ങനെ കണ്ടു. എൻ്റെ നാട്ടിൽ കുരങ്ങൻ വന്നു.
എന്നിട്ട് ഞാൻ ആ കുരങ്ങനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് കുരങ്ങൻ എന്നെ പേടിപ്പിക്കുന്നു ഗൈസ്. എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ അധികം ക്ലിപ്സൊന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല. ഞാൻ വെച്ച് കുരങ്ങനെ ഇങ്ങനെ മേത്തുള്ളിയെ ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ വന്നു. ബട്ട് അന്ന് എനിക്ക് കുറച്ച് പൂവ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ സ്കൂൾ പൂട്ടിയല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയും പോയി പറിക്കാം എന്ന് വിചാരിച്ചു. അതിനുശേഷം അന്ന് രാത്രി പിറ്റേ ദിവസം സോഷ്യലായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടീച്ചർ നല്ല പാട്ട് പാടി. നിങ്ങളതൊന്ന് കേട്ട് നോക്കണേ. അതിനുശേഷം പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പൂട്ടിയിട്ട് ഞാൻ ആ ഒരു പൂവൊക്കെ അടിച്ച് വാരി എന്നിട്ട് ഞാൻ പൂവൊക്കെ ഇട്ട് വെട്ടാം. എന്നിട്ട് അന്ന് ഞാൻ ആ ഒരു പൂവെല്ലാം ഇട്ട് ഉച്ചയ്ക്ക് ആയിരുന്നു സോഷ്യലിൻ്റെ അന്നായിരുന്നു കേട്ടോ. എനിക്ക് ഡേറ്റ് മാറിപ്പോയതാണ്. അപ്പോൾ സോഷ്യലിൻ്റെ അന്ന് ഞാൻ സമാധാനത്തോടെ പൂട്ടു. എന്നിട്ട് പോകുന്നതിന് മുമ്പ് കുറച്ചധികം തന്നെ പഠിച്ചു കിട്ടാം. കാരണം സോഷ്യലാകുന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണം പഠിക്കാനുണ്ട്. ഇത് തിരുവോണത്തിൻ്റെ അല്ല, ഒന്നാം ഓണത്തിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് പൂവൊക്കെ കട്ട് ചെയ്തിടുന്ന വീഡിയോ അങ്ങോട്ട് എടുത്ത് വെച്ചു. ഞാൻ തിരുവോണത്തിനും ഓണത്തിനും ഒന്ന് തന്നെയാണ് ഇട്ടത്. കാരണം കടയിൽ പോയി നോക്കിയപ്പോൾ കടയിൽ പൂവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വിചാരിച്ചു മതി ഇത് തന്നെ ആക്കാമെന്ന്. കാരണം പിന്നെ ചെറിയ പൂക്കളുണ്ട്, അതിനെക്കാട്ടും നല്ലൊരു കുറച്ചും കൂടെ പൂ വാങ്ങിയിട്ട് വലിയ പൂക്കളം ഇന്ന് തന്നെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആദ്യം വേറെ ഡിസൈനായിരുന്നു ഇട്ടത്. പിന്നെ ഡിസൈനൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് ബിരിയാണി, തിരുവോണത്തിന് സദ്യ. അപ്പോൾ നിങ്ങൾ എൻ്റെ തിരുവോണത്തിൻ്റെ പൂക്കള ഡിസൈൻ ഒന്ന് കാണുക. എല്ലാവർക്കും ബൈ. परदेसिया